അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്, 2022 കലണ്ടർ ഏത് വർഷത്തിന് സമാനമായിരിക്കും? അതായത് ഈ 2022 കലണ്ടർ നമുക്കിനി അടുത്തതായിട്ട് ഏത് വർഷത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, തൊട്ടടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം ഏതാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണോ വർഷം തന്നിരിക്കുന്ന വർഷത്തെ ആദ്യം എന്ത് ചെയ്യുക, 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2022 അതിന് എന്ത് ചെയ്യണം, 4 കൊണ്ട് ഹരിക്കണം. അപ്പം 5 × 4 20, ഇവിടെ നമുക്ക് കൊടുക്കാം, ഇവിടെ 0 കൊടുത്തു, ഇവിടെ 22, 5 × 4 20, ബാലൻസ് എന്ത് വന്നു, ശിഷ്ടമായിട്ട് നമുക്ക് 2 വന്നു. അപ്പം നമുക്ക് ഈ ശിഷ്ടം നോക്കുക. ഇനി നമ്മൾ ഈ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരുന്നതെങ്കിൽ, ശിഷ്ടം എന്ത് വരികയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആണ് വരുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ എന്ത് കൂട്ടുക, 11 കൂട്ടുക. ഇപ്പോൾ 2022 ആണെങ്കിൽ എന്തും കൂടി കൂട്ടുക, ഒരു 11 കൂടി കൂട്ടുക. അപ്പോൾ 2022 കൂടെ ഒരു 11 കൂടി കൂട്ടുമ്പോൾ എത്രയാകും, 2033. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, 2033 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശിഷ്ടം 2ഉം 3ഉം വരുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. 2ഉം 3ഉം വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടുക, 11 കൂടി കൂട്ടുക. ഇനി നിങ്ങൾക്ക് ശിഷ്ടം 0 വരുന്നതെങ്കിൽ, അവസാനത്തെ ശിഷ്ടം എന്ത് വരികയാണെങ്കിൽ 0 വരികയാണെങ്കിൽ വർഷത്തിൻ്റെ കൂടെ എന്തും കൂട്ടണം, വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടണം. വർഷത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം, 28 കൂട്ടണം. ഇനി ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ, ശിഷ്ടം എത്ര വരികയാണെങ്കിൽ 1 വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ വർഷത്തിൻ്റെ കൂടെ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടുക, ഒരു 6 കൂടെ കൂട്ടുക. ഓക്കെ ആണേ. അപ്പം നമുക്കിവിടെ ശിഷ്ടം വന്നത് 2 ആണ്. 2ഓ 3ഓ വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടണം, 11 കൂട്ടണം. ശിഷ്ടം ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 11 കൂട്ടുക. പക്ഷേ ശിഷ്ടം 0 ആയിരുന്നു വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടണമായിരുന്നു. അതേപോലെ ശിഷ്ടം 1 ആയിരുന്നു വന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ എത്രയും കൂടി കൂട്ടണമായിരുന്നു, 6 കൂടി കൂട്ടണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്, 2033 ആണ്.